ഓക്കെ, അപ്പൊ നമ്മൾ മിൻമാക്സ് അൽഗോരിതത്തിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ നോഡ്സും എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ എയുടെ യൂട്ടിലിറ്റി വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ എയുടെ യൂട്ടിലിറ്റി വാല്യൂ ഇപ്പം 3 ആണ് ബെസ്റ്റ് വാല്യൂ. ഇപ്പം 3 ഈ നോഡാണ് അല്ലെങ്കിൽ ഈ പാത്താണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ വി ഓൾസോ സെഡ് ദാറ്റ് ഇഫ് ഓൾ ദ നോഡ്സ് ആർ ടു ബി എക്സ്പ്ലോർ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പൊ ചില നോഡ്സ് എങ്കിലും നമുക്ക് എന്താണ് സ്കിപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നമുക്ക് മെമ്മറി യൂസേജും കമ്പ്യൂട്ടേഷനും കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആൽഫ ബീറ്റ പ്രൂണിങ്ങിലേക്ക് വന്നത്. ഓക്കെ, ഇനി അതെങ്ങനെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ again ഈ സെയിം എക്സാമ്പിൾ നേരത്തെ കണ്ട എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വി സ്റ്റാർട്ട് ഓഫ് again അറ്റ് ദ റൂട്ട് നോഡ് എ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു മാക്സ് നോഡാണ്, അല്ലെങ്കിൽ നൊട്ടേഷൻ വൈസ് ആണെങ്കിൽ നമ്മൾ ഈ ട്രയാങ്കിൾ മുകളിലേക്ക് പോയിന്റ് ചെയ്യുന്ന ട്രയാങ്കിൾ ഈസ് മാക്സ് ആൻഡ് താഴേക്ക് പോയിന്റ് ചെയ്യുന്ന ട്രയാങ്കിൾ ഈസ് മിൻ. ഓക്കെ, അപ്പൊ ഈ മാക്സ് നോഡിൽ നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ്, അപ്പൊ ഈ മാക്സ് നോഡിന്റെ യൂട്ടിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ 3 ചിൽഡ്രന്റെയും യൂട്ടിലിറ്റി വാല്യൂസിന്റെ മാക്സ് വാല്യൂ ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് പാത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ചൈൽഡിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പൊ നമ്മൾ എന്താണ് ഒരു മിൻ നോഡിലേക്ക് വന്നു. മിൻ നോഡിന്റെ നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ യൂട്ടിലിറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ 3 ചിൽഡ്രൻ 3, 12, 8ന്റെ മിനിമം, അതായത് 3. ഓക്കെ, ഇതാണ് ഈ ബിയുടെ യൂട്ടിലിറ്റി വാല്യൂ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 എന്നുള്ള യൂട്ടിലിറ്റി വാല്യൂ ഇസ് ആക്ച്വലി റിട്ടേൺ ബാക്ക് ടു എ ഓൾസോ. അപ്പൊ ഫസ്റ്റ് പാത്തിലെ യൂട്ടിലിറ്റി വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പൊ ആസ് ഓഫ് നൗ നമുക്ക് മാക്സിമം യൂട്ടിലിറ്റി വാല്യൂ ഫോർ എ ഈസ് അലോങ് ദ പാത്ത് ടു ബി, ആൻഡ് ലെറ്റ്സ് സേ വിൽ കോൾ ആ വാല്യൂ ആൽഫ എന്ന് എന്തെങ്കിലും നമുക്ക് വിളിക്കാം. ആൽഫ ഇസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ആസ് ഓഫ് നൗ നമുക്ക് എയ്ക്കുള്ള മാക്സിമം വാല്യൂ 3 ആണ്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇനി ബാക്കി 2 പാത്സ് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ പാത്ത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ again നോർമലി മിൻമാക്സ് അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുന്ന സിയുടെ 3 ചിൽഡ്രൻ ഉണ്ട്, അത് 3 നമ്മൾ വിസിറ്റ് ചെയ്തു. എന്നിട്ട് 2, 4, 6 ആണ് അതിലെ യൂട്ടിലിറ്റി വാല്യൂസ്. അതിലെ മിനിമം ഏതാണോ മിന്നോട് ആയതുകൊണ്ട് മിനിമം 2 ആണ്. അതാണ് നമ്മളുടെ യൂട്ടിലിറ്റി ആയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇനി അതിൽ ചെറിയൊരു ഡിഫറൻസ് രീതി, അതായത് നമുക്ക് ചില നോഡ്സ് എങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലെറ്റ്സ് സേ നമ്മൾ സിയിലേക്ക് വന്നു, ഈ പാത്ത് എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പൊ സിയിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ഈ പാത്ത് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഇവിടെ 2 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ആസ് ഓഫ് നൗ ഈ പാത്തിലുള്ള ഹയസ്റ്റ് വാല്യൂ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ആൽഫ ഇസ് ഈക്വൽ ടു 3. ആൻഡ് വാട്ട് വി ആർ ട്രൈങ് ടു സേ ഇസ് ഇപ്പൊ എക്സ്പ്ലോർ ചെയ്ത വാല്യൂ ഈസ് ലെസ് ദാൻ ആൽഫ വിച്ച് ഇസ് ഓൾറെഡി ഗിവൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എയുടെ യൂട്ടിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാക്സ് ഓഫ് ദിസ് ആൻഡ് ദിസ്. ഓക്കെ, മാക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് 3നേക്കാളും ചെറിയൊരു വാല്യൂ ആദ്യത്തെ പാർട്ടിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഇറ്റ് മീൻസ് ഈസ് ഇനി ഇത് 2 നമുക്ക് എക്സ്പ്ലോർ ചെയ്യണ്ട എന്നാണ് ആൽഫ ബീറ്റ പ്രൂണിങ് വഴി നമ്മൾ പറയുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, അപ്പോൾ നമുക്കറിയാം ഇവിടെ 3 കിട്ടി, ഇവിടെ 2 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോ ഇത് മിൻ ആയതുകൊണ്ട് എന്താണ് ഈ 3 മിനിമം ആയിരിക്കും. ഇനി നമുക്ക് ഓൾറെഡി ഇവിടെ 2 കിട്ടി. ഇനിയുള്ള 2 നോഡ്സിന്റെ ഉള്ള വാല്യൂസ് 2നേക്കാളും ചെറുതാണെങ്കിൽ ഈ സി എന്ത് റിട്ടേൺ ചെയ്യും, 2നേക്കാളും ചെറിയൊരു വാല്യൂ റിട്ടേൺ ചെയ്യും, വിച്ച് എനിവേ വിൽ ബി ലെസ് ദാൻ 3. അപ്പൊ നമ്മൾ ഇതിന്റെ മാക്സ് എടുത്താൽ 3യിൽ മാറ്റമൊന്നും വരില്ല, അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ ഓൾറെഡി 3 കിട്ടി, നമ്മൾ ഈ പാത്തിൽ വന്നു, അതിൽ ഒരു ചൈൽഡിനെ എക്സ്പ്ലോർ ചെയ്തു, അവിടെ ഈ 3നേക്കാളും ലെസ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടിയാൽ ഓക്കെ, നമ്മൾ പറയുന്നത് ബാക്കി 2 നമുക്ക് എക്സ്പ്ലോർ ചെയ്യണ്ട. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം 3നേക്കാളും ലെസ് ആയിട്ട് ഇവിടെ 2 കിട്ടിയല്ലോ. ഇനി സപ്പോസ് 2 പോസിബിലിറ്റീസ് ആണ്, ഈ 2 നോഡ്സിൽ ഒന്നെങ്കിൽ 2നേക്കാളും ചെറുത് വരാം, അല്ലെങ്കിൽ 2നേക്കാളും വലുത് വരാം. ഓക്കെ, ഇനി ചെറുത് വരികയാണെങ്കിൽ എന്താണ്, 2നേക്കാളും ചെറിയ വാല്യൂസ് ആണ് ഈ 4നും 6ന്റെയും പകരം ഉള്ളതെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന 2നേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കാം. എന്നാലും നമുക്ക് ഇവിടെ മാക്സ് എടുക്കുന്നതുകൊണ്ട് 3യിൽ മാറ്റം വരില്ല, അല്ലെ? 3 ആണ് നമ്മളുടെ
എയ്ക്കുള്ള യൂട്ടിലിറ്റി വാല്യൂയുടെ മാക്സിമം ആയിട്ടുള്ളത്, അതാണ് 3 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി അതാണ് ഫസ്റ്റ് കേസ്, അതായത് 2വിനേക്കാളും ചെറിയ വാല്യൂസ് ഇവിടെ വരാം, അതാണെങ്കിൽ 3യിൽ മാറ്റം വരുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി 2വിനേക്കാളും വലിയ വാല്യൂ ആണെങ്കിലോ, അതായത് നമ്മൾ 4ഉം 6ഉം പോലെ 2വിനേക്കാളും വലിയ വാല്യൂസ് ആണ് ഇവിടെ വരുന്നതെങ്കിലും നമ്മൾ ഈ സിയിൽ നമ്മൾ മിനിമം എടുക്കുന്നത് കൊണ്ട് 2 മാക്സിമം ഇവിടെ വരുള്ളൂ. ആൻഡ് 2 is anyway less than 3. അപ്പൊ ഈ പോയിന്റിൽ നമ്മൾ മാക്സ് എടുക്കുന്നതുകൊണ്ട് 3യിൽ വീണ്ടും മാറ്റം വരുന്നില്ല. ഓക്കെ, അതായത് എയുടെ യൂട്ടിലിറ്റി വാല്യൂ വിൽ നോട്ട് ചേഞ്ച് ഇഫ് ഈ കറണ്ട് ആയിട്ടുള്ള നമ്മളുടെ യൂട്ടിലിറ്റി വാല്യൂവിനേക്കാളും ചെറുതാണ് ഇവിടെ വരുന്നതെങ്കിൽ. അതാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് നോഡ്സ് എക്സ്പ്ലോർ ചെയ്താലും ഇറ്റ് ഡസൻ മേക്ക് എ ഡിഫറൻസ് ടു ദി യൂട്ടിലിറ്റി വാല്യൂ വിച്ച് ഇസ് അവൈലബിൾ അറ്റ് എ. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. അപ്പൊ എന്താണ്, നമ്മൾ എയുടെ യൂട്ടിലിറ്റി വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 3 പാത്സും എക്സ്പ്ലോർ ചെയ്യണം. അതിൽ ഫസ്റ്റ് പാത്ത് എക്സ്പ്ലോർ ചെയ്തപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടി. ആ വാല്യൂ നമ്മൾ ആൽഫ എന്ന് മാർക്ക് ചെയ്തു. അത് കറണ്ട് ആയിട്ട് അത് 3 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പാത്ത് എക്സ്പ്ലോർ ചെയ്തു. അതിലെ ഫസ്റ്റ് നോഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി, അതിലുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അത് ഈ കറണ്ട് ആയിട്ടുള്ള 3നേക്കാളും ചെറുതാണെങ്കിൽ ഓക്കെ നമുക്ക് അടുത്ത രണ്ട് പാത്തും എക്സ്പ്ലോർ ചെയ്യണ്ട. ഓക്കെ, നമുക്ക് ഇതിനെ രണ്ടും പ്രൂൺ ചെയ്യാം. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ 2വിനേക്കാളും വലിയ വാല്യൂസ് ആണെങ്കിൽ ഇത് മിന്നോഡ് ആയതുകൊണ്ട് 2 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അതെന്തായാലും 3നേക്കാളും ലെസ് ആയിരിക്കും. ആൻഡ് സിൻസ് ദിസ് ഇസ് എ മാക്സ് നോഡ്, എനിവേ 3 വിൽ ബി ദ മാക്സ് ഗ്രേറ്റർ വാല്യൂ ആൻഡ് 3 വിൽ ബി ദി യൂട്ടിലിറ്റി വാല്യൂ ഓഫ് എ. ഇനി സപ്പോസ് 2വിനേക്കാളും ചെറുതാണെങ്കിലും 2വിനേക്കാളും ചെറിയ വാല്യൂസ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുള്ളൂ. ദെൻ ഓൾസോ ആൽഫ ഡസ് നോട്ട് ചേഞ്ച്, വിച്ച് മീൻസ് ഈ രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, പ്രൂൺ ചെയ്യാം. അതാണ് ആൽഫ ബീറ്റ പ്രൂണിങ്. ഇത് ആൽഫയുടെ കേസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ആൽഫ എന്ന് പറഞ്ഞാൽ മാക്സ് നോഡിന്റെ കേസിൽ ആണ് നമ്മൾ ഇത് പറഞ്ഞത്. ഇതിന്റെ സിമിലർ ആയിട്ട് മിന്നിന്റെ കേസിലും ബീറ്റ പ്രൂണിങ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി ആൽഫ ബീറ്റ പ്രൂണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വാല്യൂസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും എപ്പോഴും. ആൽഫ എന്നുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ അത് മാക്സ് നോഡ്സിലാണ് നമ്മൾ ആൽഫ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആൽഫ? വാല്യൂ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ബെസ്റ്റ് മാക്സിന്റെ കേസിൽ ഹയസ്റ്റ് ആണ് അല്ലെ. വാല്യൂ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് വി ഹാവ് ഫൗണ്ട് സോ ഫാർ at any choice point along the path for max. അപ്പോൾ മാക്സ് നോഡ് എടുത്തു കഴിഞ്ഞാൽ മാക്സ് നോഡിൽ നമുക്ക് മാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ പാത്സിൽ നിന്നാണ് മാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ആസ് ഓഫ് നൗ ഹയസ്റ്റ് വാല്യൂ എവിടെയാണോ ആ വാല്യൂ ആണ് ആൽഫ. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ലെറ്റ്സ് സേ ദിസ് ഇസ് എ മാക്സ് നോഡ്. അപ്പൊ മാക്സ് നോഡിൽ ആൽഫ എന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൂന്നും എക്സ്പ്ലോർ ചെയ്താലേ നമുക്ക് യൂട്ടിലിറ്റി വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലോർ ചെയ്താൽ ആസ് ഓഫ് നൗ എത്ര വാല്യൂ ആണോ അതിന് ഈ പാത്തിനുള്ളത് അതാണ് ആൽഫ. ഓക്കെ, ഇതും കൂടെ എക്സ്പ്ലോർ ചെയ്ത് സപ്പോസ് ഇത് രണ്ടും എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും മാക്സിമം വാല്യൂ ഏതാണോ അതായിരിക്കും ആൽഫ. ഓക്കെ, അത് മാക്സ് നോഡിന്റെ കേസിൽ. ബീറ്റ എന്ന് പറഞ്ഞാൽ മിൻ നോഡിന്റെ കേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത് ബീറ്റ. ഓക്കെ, ഇത് മിൻ നോഡാണല്ലോ. അപ്പം ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ മിൻ നോഡിൽ ബീറ്റ ഈസ് ദി ആസ് ഓഫ് നൗ ബെസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ബീറ്റ. ബെസ്റ്റ് എന്ന് പറയുന്ന മിൻ നോഡിന് എന്തായിരിക്കും? മിനിമം എന്താണോ. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലോർ ചെയ്ത് ഈ മിൻ നോഡ് എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് ഇതാണല്ലോ. അപ്പൊ ഈ പാത്തിൽ 3 ആണുള്ളത്. അപ്പം ആസ് ഓഫ് നൗ ബെസ്റ്റ് വാല്യൂ ഇത് 3 ആണ്. അപ്പൊ ബീറ്റ ഇത് എക്സ്പ്ലോർ ചെയ്തപ്പോൾ 3 ആയിരിക്കും. ഇനി ഇത് എക്സ്പ്ലോർ കഴിയുമ്പോൾ ഇത് 12 ആണ്. അപ്പൊ ആസ് ഓഫ് നൗ ബെസ്റ്റ് വീണ്ടും 3 തന്നെയാണ്, ബീറ്റ ചേഞ്ച് ചെയ്യുന്നില്ല. സിമിലർലി ഇനി ഇതും കൂടെ എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ ബീറ്റയുടെ വാല്യൂ എഗൈൻ 3 തന്നെ ആയിരിക്കും. കാരണം ഇതെല്ലാം ആസ് ഓഫ് നൗ ബെസ്റ്റ് 3 തന്നെയാണ്. ഓക്കെ, അപ്പം എന്താണ് രണ്ട് ടെർമിനോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നു ആൽഫ ബീറ്റ പ്രൂണിങ്ങിൽ. ആൽഫ എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് ചോയ്സ് ഫൗണ്ട് സോ ഫാർ ഇൻ ദ കേസ് ഓഫ് എ മാക്സ് നോഡ്.
ബീറ്റ എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ചോയ്സ് വി ഹാവ് ഫൗണ്ട് സോ ഫാർ അറ്റ് എനി പോയിന്റ് അലോങ് ദ പാത്ത് ഫോർ മിൻ. മിൻ നോഡിന് ബീറ്റ ഡിഫൈൻ ചെയ്യുന്നു, ആൽഫ ഇസ് ഡിഫൈൻ ഫോർ മാക്സ് നോഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ ആൽഫ ബീറ്റ പ്രൂണിങ്ങിന്റെ അൽഗോരിതത്തിലേക്ക് നോക്കാം. അപ്പം ആൽഫ ബീറ്റ പ്രൂണിങ് അൽഗോരിതം ഇസ് സിമിലർ ടു മിൻമാക്സ് അൽഗോരിതം. ഓക്കെ, മിൻമാക്സ് പോലെ തന്നെയാണ്, ഓൺലി ഡിഫറൻസസ് നമ്മൾ ഈ ആൽഫ ബീറ്റ വാല്യൂസ് വെച്ചിട്ട് ചില പാർട്സ് അല്ലെങ്കിൽ ചില ചൈൽഡ് നോട്ട്സിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ വെറുതെ റിട്ടേൺ ചെയ്യും. നിങ്ങൾ മിൻമാക്സ് അൽഗോരിതം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഈ ആൽഫ ബീറ്റ വാല്യൂസ് ഉണ്ടാവില്ല. ടെർമിനൽ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെയും. ഓക്കെ, ടെർമിനൽ ടെസ്റ്റിൽ നിന്നാണ്, ടെർമിനൽ നോഡ്സ് ആണെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് യൂട്ടിലിറ്റി വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നത്. ഇതൊക്കെ സിമിലർ തന്നെയാണ്. അതായത് നേരത്തെ നമ്മൾ മിൻമാക്സ് അൽഗോരിതം ആണെങ്കിൽ ഇവിടെ ഒരു നോഡ് ഉണ്ട്, അതിന് മൾട്ടിപ്പിൾ പാത്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ഈ ഓരോ പാത്തിന്റെ യൂട്ടിലിറ്റി എടുത്തിട്ട് അതിന്റെ ഇത് മാക്സ് നോഡ് ആണെങ്കിൽ നമ്മൾ അതിന്റെ മാക്സ് എടുക്കുന്നു, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ദാറ്റ് വാസ് എ കോഡ് ഹിയർ. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദിസ്. ഈ കോഡാണ് നമുക്ക് ആൽഫ ബീറ്റ പ്രൂണിങ്ങിൽ വ്യത്യാസമായിട്ട് വരുന്നത്. അതായത് ഓരോ പാത്തും എക്സ്പ്ലോർ ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്കൊരു യൂട്ടിലിറ്റി വാല്യൂ കിട്ടുന്നു. ഓക്കെ, ഇനി ആ യൂട്ടിലിറ്റി വാല്യൂ സപ്പോസ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു വാല്യൂ കിട്ടി, അത് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ റിട്ടേണിംഗ് ബാക്ക് ടു ദി പ്രീവിയസ് നോഡ്. നമ്മൾ റിക്കേഴ്സീവ് ആയിട്ടാണല്ലോ കോൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഹയർ ലെവലിലുള്ള നോഡിലേക്ക് നമ്മൾ റിട്ടേൺ ചെയ്യാണ്. നമുക്ക് ഈ രണ്ട് പാത്സ് പ്രൂൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മിൻമാക്സ് അൽഗോരിതം പോലെ തന്നെയാണ് ആൽഫ ബീറ്റ പ്രൂണിങ്. ദ ഓൺലി ഡിഫറൻസസ് നമ്മൾ ഓരോ പാത്ത് ഫോളോ ചെയ്യുമ്പോഴും നമ്മൾ ആൽഫ മാക്സിന്റെ കേസിൽ ആൽഫയും മിന്നിന്റെ കേസിൽ ബീറ്റയും രണ്ട് വേരിയബിൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിന്റെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് എന്താണ്, നമ്മൾ ഓൾസോ ആ ആൽഫ ബീറ്റ വാല്യൂസ് യൂസ് ചെയ്ത് നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രൂണിങ് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഓരോ പോയിന്റിൽ നമ്മൾ എന്താണ്, നമ്മൾ യൂട്ടിലിറ്റി വാല്യൂ വി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഓരോ പാത്തിലെ യൂട്ടിലിറ്റി വാല്യൂ എടുക്കുന്നു, അത് നോക്കുമ്പോൾ അത് റിട്ടേൺ ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നു. മാത്സിന്റെ കേസിൽ ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ അടുത്ത ഉള്ള ചിൽഡ്രൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണ്ട എന്നുള്ളതാണ്. സിമിലർലി മിന്നിന്റെ കേസിൽ ഇത് സിമിലർ തന്നെയാണ്. ഓക്കെ, നമ്മൾ യൂട്ടിലിറ്റി വാല്യൂ ഒരു വാല്യൂ കിട്ടുന്നു, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ ദെൻ അതിന്റെ കൂടെയുള്ള ബാക്കി പാർട്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണ്ട എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അൽഗോരിതം, ആൽഫ ബീറ്റ പ്രൂണിങ് അൽഗോരിതം എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ആൽഫ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇറ്റ് ഇസ് ആസ് ഓഫ് നൗ, അതായത് മാക്സ് നോഡിനകത്ത് ആസ് ഓഫ് നൗ ബെസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് വാല്യൂ ഓഫ് ഹയസ്റ്റ് യൂട്ടിലിറ്റി വാല്യൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് നമ്മളൊരു വളരെ ചെറിയൊരു വാല്യൂ -∞ വെച്ച് ഇനീഷ്യലൈസ് ചെയ്യും. സിമിലർലി ബീറ്റ എന്ന് പറഞ്ഞാൽ മിൻ നോഡിന്റെ കേസിൽ ആസ് ഓഫ് നൗ ബെസ്റ്റ് വാല്യൂ, അതായത് ഏറ്റവും ചെറിയ വാല്യൂ ആണ് നമ്മൾ ബീറ്റ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, അതിനെ ഒരു വലിയ വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അപ്പൊ ആൽഫ -∞ ബീറ്റ +∞ വെച്ച് ഇനീഷ്യലൈസ് ചെയ്താണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് അൽഗോരിതത്തിൽ. ആൻഡ് വി നോ മാക്സ് നോഡ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ യൂട്ടിലിറ്റി വാല്യൂ അറ്റ് ദിസ് പോയിന്റ് ഇസ് മാക്സ് ഓഫ് ആണ് നമ്മൾ കോൾ വരുന്നത്. ഓക്കെ, വിത്ത് -∞ +∞ ആയിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു. ഓക്കെ, ഇനി മിൻമാക്സ് അൽഗോരിതം പോലെ നമുക്കറിയാം എന്താണ്, ഓരോ പാത്തും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് മാക്സ് നോഡ് ആയതുകൊണ്ട് ഈ രണ്ട് പാത്തിന്റെ മാക്സ് വാല്യൂ ആണ് നമ്മളുടെ യൂട്ടിലിറ്റി വാല്യൂ ആയിട്ട് നമുക്ക് വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ലെറ്റ്സ് സേ വി ആർ എക്സ്പ്ലോറിംഗ് ദ ലെഫ്റ്റ് നോഡ് ടു ബി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആൽഫ ബീറ്റ വാല്യൂസ് നമ്മൾ ഇങ്ങോട്ട് തന്നെ പാസ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അറ്റ് ദിസ് പോയിന്റ് ഇനീഷ്യലി ആൽഫ ഇസ് ഈക്വൽ ടു -∞, ബീറ്റ ഇസ് ഈക്വൽ ടു +∞ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഇത് ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ടെർമിനൽ നോഡ്. ടെർമിനൽ നോഡ് ആണെങ്കിൽ നമുക്ക് യൂട്ടിലിറ്റി വാല്യൂ വരുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിക്കേഴ്സീവ് ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മിൻ വാല്യൂ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അപ്പൊ മിൻ വാല്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടേയും മിനിമം ആണ്. അപ്പൊ നമ്മൾ ഈ പാത്ത് ആദ്യം എക്സ്പ്ലോർ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ പാത്ത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ
again നമ്മൾ we are coming to a max node. again these values alpha beta values ഇവിടെയും മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി തന്നെയാണ് നമ്മൾ പാസ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ again നമ്മൾ മാക്സ് ഫംഗ്ഷൻ വിളിക്കുന്നു. അപ്പോൾ മാക്സ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് 2 റിട്ടേൺ ചെയ്യണം. ഇത് ടെർമിനൽ നോഡ് ആണ്, അതുകൊണ്ട് 2 റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആൽഫ വാല്യൂ ആണ് ഇവിടെ അപ്ഡേറ്റഡ് ആവുന്നത്. ആൽഫ ഇപ്പൊ 2 ആയി. ഓക്കെ, കാരണം ആൽഫ എന്ന് പറഞ്ഞാൽ ആസ് ഓഫ് നൗ മാക്സിമം എത്രയാണോ അതാണ്. ആസ് ഓഫ് നൗ 2 ആണ് മാക്സിമം. സിമിലർലി ഇവിടുന്ന് നമുക്ക് 3 കിട്ടുന്നു. ഓക്കെ, 3 വരുമ്പോൾ ഇതിനെ 3 അപ്ഡേറ്റ് ചെയ്യാം ആൻഡ് സോ ഓൺ. ഓക്കെ, ഇനി ഈ നമുക്ക് ഇത് മാക്സ് നോഡ് ആയതുകൊണ്ട് നമുക്കറിയാം നമ്മൾ യൂട്ടിലിറ്റി വാല്യൂ 2ന്റെയും 3ന്റെയും മാക്സ് ആണ്. ദാറ്റ് ഈസ് റിട്ടേൺ ബാക്ക് ടു ദിസ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇത് യൂട്ടിലിറ്റി വാല്യൂ നമുക്ക് ഇവിടെ എത്രയാണ് റിട്ടേൺ ചെയ്തത്? 3 ആണ് നമുക്ക് റിട്ടേൺ ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ മാക്സ് നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്തു. ഇനി ഇത് മിന്നോഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ മിന്നോഡിൽ നമ്മൾ ബീറ്റ വാല്യൂസ് ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ബീറ്റ ആസ് ഓഫ് നൗ പ്ലസ് ഇൻഫിനിറ്റി ആണ്. നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ബീറ്റ എന്താണ്? ഇറ്റ് ഇസ് ആസ് ഓഫ് നൗ ബെസ്റ്റ് വാല്യൂ അറ്റ് എ മിന്നോഡ്. അതായത് ഏറ്റവും ചെറിയ വാല്യൂ എന്താണോ അതാണ് ബീറ്റ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ കറന്റ്ലി ബീറ്റ പ്ലസ് ഇൻഫിനിറ്റി ആണ്. ഇവിടെ 3 നമുക്ക് കിട്ടി. അപ്പം ബീറ്റ ക്യാൻ ബി അപ്ഡേറ്റഡ് ടു 3. ഓക്കെ, ആസ് ഓഫ് ബെസ്റ്റ് വാല്യൂ ഫോർ ബെസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ ആണ് നമ്മൾ അപ്ഡേറ്റ് ആവുന്നത്. അപ്പൊ ബീറ്റ 3 ആക്കി വെച്ചു. ഇനി ആൽഫ മൈനസ് ഇൻഫിനിറ്റി തന്നെയാണ്, ഇത് നമുക്ക് പാസ് ഓൺ ചെയ്യുന്നുണ്ട്. ഇനി ഈ പോയിന്റിൽ വന്നു. ഇപ്പൊ ഈ പോയിന്റ് അഗൈൻ അത് ഇറ്റ് ഇസ് നോട്ട് എ ടെർമിനൽ നോഡ്. അപ്പൊ നമ്മൾ ഇവിടെ വന്നു, ഇവിടെ 5 റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇനി സപ്പോസ് നമ്മളിവിടെ ചെക്ക് ചെയ്യാണ്, ഇനി ഇത് എക്സ്പ്ലോർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചെക്കിംഗ് എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. വി ആർ ഡൂയിങ് ഇറ്റ് ഹിയർ. അപ്പൊ എന്താണ് മാക്സ് നോഡ് ആവുമ്പോൾ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? മാക്സ് നോഡ് ആകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് വി ഈസ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു ബീറ്റ. വി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്ത് കിട്ടിയ വാല്യൂവിനെയാണ് നമ്മൾ വി എന്ന് പറയുന്നത്. അതായത് ഫോർ ഈച്ച് ആക്ഷൻ നമ്മൾ ഈ വി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ പാത്തിന്റെയും വി വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ വി നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ചെയ്തു, അത് 5 ആണ്. ഓക്കെ, ബീറ്റ എന്തായിരുന്നു? 3 ആണ്. അപ്പോൾ if v is greater than or equal to beta, അപ്പൊ v is greater than beta. ഓക്കെ, അപ്പൊ എന്താണ് ഇത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട. ഓക്കെ, അതിന്റെ ലോജിക് എന്താന്ന് വെച്ചാല് ഓൾറെഡി നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 3 എന്ന് പറഞ്ഞ വാല്യൂ ഓൾറെഡി കിട്ടി. ഓക്കെ, ഇനി 5ഓ 9ഓ എന്ത് കിട്ടിയാലും 3നേക്കാളും വലുതായതുകൊണ്ട് ബീറ്റ മിന്നോഡിനകത്ത് ചെറിയ വാല്യൂ അല്ലേ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Okay, that is why we can actually prune this particular path. Okay, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും മിൻ ആയിട്ട് നമുക്ക് 3 തന്നെയാണ് കിട്ടിയത്. അപ്പൊ 3 ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, 3 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു മാക്സ് നോഡ് ആയതുകൊണ്ട് ആൽഫ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ആൽഫ ആസ് ഓഫ് നൗ മാക്സിമം വാല്യൂ 3 ആണ്. ഓക്കെ, ബീറ്റ ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി ആണല്ലോ, അത് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആൽഫ ഇസ് ഈക്വൽ ടു 3, ബീറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ളത് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് പാസ് ചെയ്ത് പോകുന്ന സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ വന്നു, ഇത് നോൺ ടെർമിനൽ ആയതുകൊണ്ട് വീണ്ടും ഈ പാത്തിലേക്ക് പോയി. നമ്മൾ എന്താണ് ഫൈൽ ടെർമിനൽ നോഡിൽ വന്നു. ഇത് മാക്സ് നോഡ് ആയതുകൊണ്ട് 0 അല്ലെങ്കിൽ 1, അതിന്റെ മാക്സ് 1 ആണ്. അപ്പൊ ഇതിന്റെ വി വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വി വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇനി ഇവിടെ 1 വന്നു. അപ്പം ആൽഫ ഈസ് 3, ബീറ്റ ഈസ് ആൽഫ ഈക്വൽസ് 3, ബീറ്റ ഈക്വൽസ് പ്ലസ് ഇൻഫിനിറ്റി ആണല്ലോ ഇവിടെ വരുന്നത്. ഓക്കെ, അത് ആൽഫയെക്കാളും ആൽഫ 3 ഈസ് ഗ്രേറ്റർ. സോ അതുകൊണ്ട് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ആൽഫ. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ഈ 1 ആണ് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഈ പാത്തിൽ നിന്ന് നമുക്ക് വലിയ വാല്യൂ കിട്ടിയത് 1 ആണല്ലോ, അതാണ് നമ്മളുടെ വി എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് ഇവിടെ റിട്ടേൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഈ പാത്തിലേക്ക് ഫോളോ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ പാത്തിലേക്ക് വരുമ്പം again ആൽഫ ഇസ് ഈക്വൽ ടു 3. ഇതൊരു മിന്നോഡാണ്. ഓക്കെ, മിന്നോഡ് ആവുമ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് ആവുന്നത് ബീറ്റ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1 ആണ് റിട്ടേൺ ചെയ്തത്. അപ്പൊ ഇപ്പൊ പ്ലസ് ഇൻഫിനിറ്റി ആയിരുന്നു. അപ്പൊ ബീറ്റ നൗ ബിക്കംസ് 1. ഓക്കെ, അപ്പൊ ആൽഫ ഈസ് 3, ബീറ്റ ഈസ് 1 എന്നുള്ള ഒരു പോയിന്റിൽ നമ്മൾ എത്തി. ഇനി ഈ പാത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വരികയാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് 7 ആണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. അപ്പൊ 7 റിട്ടേൺ ചെയ്തു. അപ്പൊ വി വാല്യൂ 7 ആണ് നമുക്ക് റിട്ടേൺ ചെയ്തത്. അപ്പോൾ മാക്സ് നോഡിൽ നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നത്? ബീറ്റ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വി ഈസ് 7, ബീറ്റ ഈസ് 1. അപ്പൊ വി ഈസ് അഗൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ. സോ വിച്ച് മീൻസ് യു ക്യാൻ പ്രൂവ്
this. So I hope you get it. This is how